ഇന്നൊരു കൊള്ളി മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കപ്പ. അപ്പോൾ ഇതാ കപ്പ കഴുകി വൃത്തിയാക്കി കഷ്ണം കഷ്ണമാക്കിയിട്ട് ഇതാ മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളി ഇങ്ങനെ വെന്ത് വരുന്ന പകുതി വേവായ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടിട്ട് അത് അവിടെ നന്നായി വേവട്ടെ. ഇത് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഭൂരി, ചോറ്, പഴങ്കഞ്ഞി എല്ലാം തന്നെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ വെന്ത് വന്ന കപ്പയിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി പരുവാവുന്ന സമയത്ത് നമുക്ക് കടുക്, ചെറിയുള്ളി, ഉണക്കമുളക്, കറിവേപ്പില ഇതൊക്കെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് താളിച്ചിടാം. അപ്പോൾ അടിപൊളി കൊള്ളി മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇഡ്ഡലി, ദോശയൊക്കെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ചോറ്, നമ്മൾ ഈ പഴങ്കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അപ്പോൾ ഇതാ ചോറിലാണ് എടുത്ത് കഴിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്.